നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ 2025 നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും കേരളവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളെക്കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ വീഡിയോയുടെ ഏറ്റവും ഒടുവിൽ പറയാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നമുക്കറിയാവുന്ന കാര്യമാണ്, 2025 നവംബറിൽ ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളം മാറി, അല്ലേ? വേറൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ല ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ചു, അത് കോട്ടയം ജില്ലയാണ്. അതുപോലെ വേറൊരു കാര്യം കൂടി പഠിച്ചിരുന്നു, അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നിയമസഭാ മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയിലുള്ള ധർമ്മടം നിയമസഭാ മണ്ഡലമാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം നിയമസഭാ മണ്ഡലമാണ് ഏത്? ധർമ്മടം നിയമസഭാ മണ്ഡലം. അപ്പോൾ ആ പറഞ്ഞ 3 പോയിന്റുകളും ശ്രദ്ധിച്ച് വയ്ക്കണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ ജില്ലകളിലും കാത്ത് ലാബുകളുള്ള സംസ്ഥാനം ഏതാണ്? എല്ലാ ജില്ലകളിലും കാത്ത് ലാബുകളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്, അല്ലേ? അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാത്ത് ലാബ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി കാണത്തില്ല. വേറൊന്നുമില്ല, ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ അവസ്ഥകളും പരിശോധിക്കാൻ പറ്റുന്ന ഒരു പരിശോധനാ മുറി, അങ്ങനെയുള്ള ഈ പറഞ്ഞ എന്താണ് ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ കാത്ത് ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എന്തുണ്ട്? കാത്ത് ലാബുകളുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ ജില്ലകളിലും കാത്ത് ലാബുകൾ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? കേരളം എന്ന് തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതും കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡ് എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ്. ഏതാണ്ട് ഈ പറഞ്ഞ 3.25 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന ഒരു സ്മാർട്ട് റോഡ്, അതാണ് ഇന്ന് ഇന്ത്യയിലുള്ള ഈ പറഞ്ഞ സ്മാർട്ട് റോഡുകളിൽ ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ്. അത് എവിടെയാണ് എന്ന് ചോദിക്കും. സ്മാർട്ട് റോഡ് അത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, എന്താണ് സ്മാർട്ട് റോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമുക്കറിയാം ടെലിഫോണിൻ്റെ ലൈന്, അതുപോലെ തന്നെ വൈദ്യുതി ലൈന്, അതുപോലെ തന്നെ പൈപ്പ് ലൈന്, ഇതെല്ലാം ഈ പറഞ്ഞ ഭൂമിക്കടിയിൽ കൂടി തന്നെ കടത്തിവിടുന്ന ഒരു സംവിധാനം. അങ്ങനെ കടത്തിവിടുമ്പോൾ അതൊക്കെ പരിശോധിക്കുന്നതിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഡക്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനം. അങ്ങനെയുള്ള റോഡുകളെയാണ് സ്മാർട്ട് റോഡ് എന്ന് പറയുന്നത്. അല്ലാതെ എപ്പോഴും നമുക്ക് കുത്തിപ്പൊളിക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്മാർട്ട് റോഡ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയമ്പലത്തെയും അതുപോലെ തന്നെ ചെന്തിട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡുണ്ട്, CV രാമൻ റോഡ് എന്ന് പറയും. ആ CV രാമൻ പിള്ള റോഡിൽ ഈ പറഞ്ഞ കുറച്ച് ഭാഗമാണ് സ്മാർട്ട് റോഡ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. മാക്കേക്കടവ് നേരേക്കടവ് പാലം, ഒരു പാലമാണ് മാക്കേക്കടവ് നേരേക്കടവ് പാലം. വളരെ പ്രാധാന്യമുള്ള ഒരു പാലമാണ്. കേരളത്തിലെ 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. ഏത് ജില്ലകളെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴ ജില്ലയും കോട്ടയം ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് മാക്കേക്കടവ് നേരേക്കടവ് പാലം. അതായത് നമ്മുടെ PWD നിർമ്മിച്ച പാലമാണ്. വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഏത്? മാക്കേക്കടവ് നേരേക്കടവ് പാലം. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച മാക്കേക്കടവ് നേരേക്കടവ് പാലം, ആ പാലം എന്ന് പറയുന്നത് ഏതൊക്കെ ജില്ലകളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കും. ഇത് പറയുമ്പോൾ
വേറൊരു കാര്യം ഓർത്തോണം, നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് കുമ്പിച്ചൽ കടവ് പാലം. അറിയാമോ? കുമ്പിച്ചൽ കടവ് പാലം ഒരു നദിക്ക് കുറുകെ പണിതിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം, അല്ലെ? അത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരിയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരിയിലാണ് ഏത് കുമ്പിച്ചൽ കടവ് പാലം. അത് ഈ പറഞ്ഞ കരിപ്പയാർ എന്ന് പറയുന്ന ഒരാറുണ്ട്. ആറിന് കുറുകെയായിട്ടാണ് ഈ പാലം പണിതിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഒരു നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ഏത് എന്ന് ചോദിച്ചാൽ കുമ്പിച്ചൽ കടവ് പാലമാണ്. നേരത്തെ പറഞ്ഞത് മാക്കേ കടവ് നേരേ കടവ് പാലം എന്ന് പറയുന്നത് കോട്ടയം അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വേമ്പനാട് കായലിന് കുറുകെയുള്ള പാലമാണ്. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിൽ വേണം. ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. താമരശ്ശേരി ചുരം, അല്ലെ? ആ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. അവിടെ പലപ്പോഴും യാത്രാക്ലേശം ഉണ്ടാവാറുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തുരങ്കപാത ഉദ്ഘാടനം ചെയ്തു, അല്ലെ? കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തു. ഈ പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി അത് ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്തു. അത് മനസ്സിൽ വേണം. ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത. താമരശ്ശേരി ചുരം ഏത് ജില്ലയിലാണെന്ന് അറിയാലോ? കോഴിക്കോട് ജില്ലയിലാണ്. ആ പറഞ്ഞത് വഴിയാണ് മൈസൂർ റോഡ്, അല്ലെ? കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നാഷണൽ ഹൈവേ ഉണ്ട്. ഏതാണ്? NH 766. കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ആണ് NH 766. അതിൻ്റെ ഭാഗമാണ് ഏത്? താമരശ്ശേരി ചുരം. ഇതുപോലെ വേറൊരു തുരങ്കം നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുതിരാൻ തുരങ്കം. കുതിരാൻ തുരങ്കം എന്ന് പറയുന്നത് NH 544 അതൊരു തുരങ്കപാതയാണ്. തൃശ്ശൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയാണ് ഏത്? കുതിരാൻ തുരങ്കം. അത് NH 544 താമരശ്ശേരി ചുരം വരുന്നത് NH 766 എന്നുള്ളത് ഓർക്കണം. ആ കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് നമുക്ക് നമ്മുടെ സിലബസിനകത്ത് ഗതാഗതം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്, കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് കൃത്യം പറഞ്ഞാൽ കാര്യവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെ? കേരള പൊതുമരാമത്ത് വകുപ്പ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കേരള പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള ഏക ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പറഞ്ഞ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് കാര്യവട്ടത്താണ്. ശ്രദ്ധിച്ചു വെക്കണം, കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് സഹകരണ മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഒരു പുരസ്കാരമുണ്ട്. സഹകരണ മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് പുരസ്കാരം. ഓസ്കാർ പുരസ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ പ്രാധാന്യവും നിങ്ങൾക്കറിയാം. അതുപോലെ സഹകരണ മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് പുരസ്കാരം. ഈ പുരസ്കാരം ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു സ്ഥാപനത്തിന് ലഭിച്ചു. സഹകരണ മേഖലയിലെ ഓസ്കാർ പുരസ്കാരം എന്നറിയപ്പെടുന്ന കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് പുരസ്കാരം ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു സ്ഥാപനത്തിന് ലഭിച്ചു. ആ സ്ഥാപനം കേരളത്തിലാണ്. ഏതാണ് ആ സ്ഥാപനം എന്ന് ചോദിച്ചാൽ NS സഹകരണ ആശുപത്രി. NS സഹകരണ ആശുപത്രി, അല്ലെ? സഹകരണ മേഖലയിലുള്ള ഒരു ആശുപത്രിയാണ് NS സഹകരണ ആശുപത്രി. അതെവിടെ എന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു വെച്ചോണം. ഏഷ്യയിൽ ആദ്യമായിട്ട് സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ്? അത് കോഴിക്കോടാണ്. കറണ്ട് അഫയേഴ്സിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇപ്പോൾ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കുക. കോഓപ്പറേറ്റീവ് ഗ്ലോബൽ എക്സലൻസ് പുരസ്കാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഭിക്കുന്നത് ഏത് സ്ഥാപനത്തിനാണ്? NS സഹകരണ ആശുപത്രി, കൊല്ലം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. അന്തർവാഹിനി പ്രതിരോധ കപ്പൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച് ഈ അടുത്ത കാലത്ത്, അതായത് 2025 നവംബറിൽ നീറ്റിലിറക്കിയ അന്തർവാഹിനി പ്രതിരോധ കപ്പൽ. എന്താണ് അന്തർവാഹിനി? സമുദ്രത്തിനടിയിലൂടെ വന്ന് യുദ്ധക്കപ്പലുകളെയൊക്കെ നശിപ്പിക്കുന്ന വെസലുകളാണ് ഈ പറഞ്ഞ അന്തർവാഹിനികൾ. അങ്ങനെയുള്ള അന്തർവാഹിനികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞ കപ്പൽ, യുദ്ധക്കപ്പൽ, അതാണ് അന്തർവാഹിനി പ്രതിരോധ കപ്പൽ. അപ്പോൾ
കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച് 2025 നവംബറിൽ നീറ്റിലിറക്കിയ അന്തർവാഹിനി പ്രതിരോധ കപ്പൽ ഏത് എന്ന് ചോദിക്കും. നല്ലൊരു ചോദ്യമായിരിക്കും INS മാഹി. INS മാഹി പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം, അതായത് 101% സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച അന്തർവാഹിനി പ്രതിരോധ കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ INS മാഹിയാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ട്രെയിനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ അത്ര സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഒരുപാട് ആക്രമണങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ RPFും അതുപോലെ റെയിൽവേ പോലീസും സംയുക്തമായിട്ട് നടത്തി വരുന്ന ഒരു പ്രചരണ പരിപാടിയുണ്ട്. അതായത് സുരക്ഷിത യാത്രയ്ക്ക് വേണ്ടി നടപ്പിലാക്കി വരുന്ന ഒരു പ്രചരണ പരിപാടിയുണ്ട്. ആ പ്രചരണ പരിപാടി കൊടുത്തിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ രക്ഷിത. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ രക്ഷിത എന്ന് ചോദിച്ചാൽ ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് RPFും റെയിൽവേ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ചു വരുന്ന ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ഏത് ഓപ്പറേഷൻ രക്ഷിത. അതായത് ഒരു ഈ പറഞ്ഞ ട്രെയിൻ യാത്രക്കാരൻ അല്ലെങ്കിൽ യാത്രക്കാരി ഏതെല്ലാം തരത്തിലുള്ള മുൻകരുതലുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കുന്ന ഒരു പരിപാടിയാണ് ഏത് ഓപ്പറേഷൻ രക്ഷിത. അപ്പോൾ അത് ആരൊക്കെ തമ്മിൽ നടപ്പിലാക്കുന്നതാണ്? RPFും റെയിൽവേ പോലീസും സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട സുരക്ഷിത ബോധവൽക്കരണ ക്ലാസ് ആണ് ഏത് അല്ലെങ്കിൽ പ്രോഗ്രാമാണ് ഓപ്പറേഷൻ രക്ഷിത. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കേരള സർക്കാർ ഈ അടുത്ത കാലത്ത് രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം, രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതെന്ന് ചോദിച്ചാൽ ജനുവരി 4 കേരള സർക്കാർ രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ജനുവരി 4 അല്ലേ. രജിസ്ട്രേഷൻ വകുപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള വകുപ്പാണ്. കേരളത്തിൽ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരുപാട് വകുപ്പുകളുണ്ട്. അങ്ങനെയുള്ള വകുപ്പുകളിൽ ഏറ്റവും പഴക്കമുള്ള വകുപ്പാണ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ ഭൂമി വാങ്ങുമ്പോൾ, ഭൂമി വിൽക്കുമ്പോൾ അതെല്ലാം രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കാൻ കേരള സർക്കാർ തിരഞ്ഞെടുത്ത ദിവസമാണ് ജനുവരി 4. കേരളത്തിലെ ഈ പറഞ്ഞ വകുപ്പുകളിൽ ഏറ്റവും പഴക്കമുള്ള വകുപ്പാണ് ഏത്? രജിസ്ട്രേഷൻ വകുപ്പ്. അവിടെ വേറൊരു കാര്യം നിങ്ങൾ ഓർക്കണം. ഈ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ബ്രിട്ടീഷ് ഭരണകാലവുമായിട്ട് കൂടി അതിന് ബന്ധമുണ്ട്. നിങ്ങൾക്കറിയാം, കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലം കർവാ തോട്ടങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കർവാ തോട്ടം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് അഞ്ചരക്കണ്ടിയിലാണ് എന്ന് പറയും കണ്ണൂർ ജില്ല. അന്ന് അഞ്ചരക്കണ്ടിയിലെ ഈ പറഞ്ഞ കർവാ തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ 1865 കാലത്ത് നടന്നിരുന്നു. അത്രത്തോളം പഴക്കമുണ്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ വകുപ്പിൻ്റെ കാര്യങ്ങൾക്ക്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ദിനമായിട്ട് കേരള സർക്കാർ ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ജനുവരി 4. കേരളത്തിലുള്ള വകുപ്പുകളിൽ ഏറ്റവും പഴക്കമുള്ള വകുപ്പാണ് രജിസ്ട്രേഷൻ വകുപ്പ്. അതുപോലെ തന്നെ അഞ്ചരക്കണ്ടി എന്തിന് പ്രസിദ്ധമാണ്? കർവാ തോട്ടങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള കർവാ തോട്ടം എവിടെയാണെന്ന് ചോദിച്ചാൽ അഞ്ചരക്കണ്ടിയിലാണ്. പഠിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ്, കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ലാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. തൃശ്ശൂർ എന്ന് പഠിച്ചാൽ മതി. തൃശ്ശൂരിലെ ലാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ് നിലവിൽ വരുന്നത്. ആ സ്പോർട്സ് കോംപ്ലക്സിന് നമ്മുടെ മലയാള ഫുട്ബോൾ താരം, മലയാളത്തിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഫുട്ബോൾ താരമുണ്ട് IM വിജയൻ. IM വിജയൻ്റെ പേരാണ് ഈ പറഞ്ഞ സ്പോർട്സ് കോംപ്ലക്സിന് നൽകുന്നത്. തൃശ്ശൂരിൻ്റെ കാര്യം പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല നിലവിൽ വരുന്നത് എവിടെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, തൃശ്ശൂരാണ്, പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ. കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് തന്നെ വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നതും തൃശ്ശൂരാണ്. നമ്മൾ പഠിച്ച കാര്യമാണ്.
റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നതും തൃശ്ശൂരാണ്. റോബോട്ടിക് ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് ഈ പറഞ്ഞ കൊട്ടാരക്കരയാണ്, കൊല്ലം ജില്ല. റോബോട്ടിക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതെവിടെയാണ്? തൃശ്ശൂരാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ മൃഗ ശ്മശാനം നിലവിൽ വരുന്നത് എവിടെ എന്ന് ചോദിക്കുമ്പോഴും അതിൻ്റെ ഉത്തരവും ഏതാണ്? തൃശ്ശൂരാണ്. അപ്പോൾ അത് ഓർത്തു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന പോയിന്റുകളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 1925 നവംബർ 23 എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം? നിങ്ങൾക്കറിയാം, വൈക്കം സത്യാഗ്രഹം അല്ലെ? അയിത്തത്തിനെതിരായിട്ട് നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ആദ്യത്തെ സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയും. അയിത്തത്തിനെതിരെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ച് നടത്തപ്പെട്ട ആദ്യത്തെ സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയും. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 നിങ്ങൾക്കറിയാം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 603 ദിവസം നീണ്ടു നിന്ന സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 603 ദിവസം അല്ലെ? അങ്ങനെ 1924 മാർച്ച് 30 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം അത് എന്താണ് അവസാനിക്കുന്നത് 1925 നവംബർ 23 1925 നവംബർ 23 അതായത് ഇപ്പോൾ 925 നവംബർ 23 എന്ന് പറയുമ്പോൾ 2025 ആകുമ്പോൾ 100 വർഷമായി അല്ലെ? 2025 ആകുമ്പോൾ 100 വർഷമായി. അപ്പോൾ ഏത് സമരത്തിന്റെ സമാപനത്തിന്റെ 100ാം വാർഷികമാണ് 2025 നവംബറിൽ ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം അല്ലെ? ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ആദ്യം കണ്ടുമുട്ടുന്നത് എപ്പോഴാണ്? 1925 മാർച്ച് മാസം 12-ാം തീയതി. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അതിൻ്റെ 100ാം വാർഷികമാണ് 2025 അല്ലെ? ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയതിൻ്റെ 100ാം വാർഷികമാണ് 2025. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് വർക്കല ശിവഗിരിയിൽ വനജാക്ഷി മന്ദിരം എന്ന് പറയുന്ന ഒരു സ്മാരകം ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്തത്. വനജാക്ഷി മന്ദിരം എന്ന് പറയുന്ന സ്മാരക മന്ദിരം ഈ അടുത്ത കാലത്ത് ഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി ഉദ്ഘാടനം ചെയ്തിരുന്നു. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടെത്തിയത്, ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12 അതിൻ്റെയും 100ാം വാർഷികമാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി കേരളത്തിൽ വന്നത്, അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കാണുന്നതും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കാനത്തിൽ ജമീല ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട കൊയിലാണ്ടി MLA ആയിരുന്ന ഒരു വനിതയാണ് കാനത്തിൽ ജമീല. 2025 നവംബറിൽ മരണപ്പെട്ട CPM-ന്റെ കൊയിലാണ്ടി മണ്ഡലത്തിലെ MLA ആണ് ആര്? കാനത്തിൽ ജമീല അല്ലെ? കാനത്തിൽ ജമീലയുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപൂർവമായിട്ടുള്ള ചില ഈ പറഞ്ഞ റെക്കോർഡുകൾ അവരുടെ പേരിലുണ്ട്. മലബാറിൽ നിന്ന് ആദ്യമായിട്ട് നിയമസഭയിലോട്ട് എത്തിയ മുസ്ലിം വനിത ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? കാനത്തിൽ ജമീലയാണ്. അതുപോലെ അവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അല്ലെ? അപ്പോൾ ഈ പറഞ്ഞ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ 3 തലത്തിൽ ഉള്ള പഞ്ചായത്തുകളിലും പ്രസിഡന്റായിട്ട് ഇരുന്ന ഒരു വനിത കൂടിയാണ്. അങ്ങനെ ഒരു അപൂർവ ബഹുമതി കൂടി ആർക്കുണ്ട്? കാനത്തിൽ ജമീലയ്ക്കുണ്ട്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ MLA ആയിരിക്കുമ്പോൾ മരണപ്പെടുന്ന ആദ്യത്തെ വനിതയും ഇവർ തന്നെയാണ്. ആര്? കാനത്തിൽ ജമീല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ പറഞ്ഞ ഗവർണറുടെ ഈ പറഞ്ഞ വാസസ്ഥലം അറിയപ്പെടുന്നത് രാജ്ഭവൻ എന്നായിരുന്നു അല്ലെ? ഗവർണറുടെ വാസസ്ഥലം അറിയപ്പെടുന്നത് രാജ്ഭവൻ എന്നായിരുന്നു. ഇപ്പോൾ വേറൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. രാജ്ഭവന്റെ പേര് മാറ്റി രാജ്ഭവൻ ഇനി മുതൽ ലോക് ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാ ഗവർണറുടെയും ഈ പറഞ്ഞ വാസസ്ഥലം നേരത്തെ രാജ്ഭവൻ എന്നറിയപ്പെടുമായിരുന്നു. ഇനി തൊട്ട് അതിൻ്റെ പേര് ലോക് ഭവൻ എന്നാക്കി അല്ലെ? അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേള, 30ാമത് അന്താരാഷ്ട്ര കേരള ചലച്ചിത്ര മേള, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2025 30ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള നടന്നു. അത് ഈ പറഞ്ഞ കേരള ചലച്ചിത്ര അക്കാദമിയാണ് അത് സംഘടിപ്പിക്കുന്നത് അല്ലേ? അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളും ഒക്കെ നിങ്ങൾ കേട്ട് കാണും, അറിഞ്ഞു കാണും, പത്രങ്ങളിലൊക്കെ ഉണ്ട്.
അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ് അല്ലേ. അപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമിയാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള സംഘടിപ്പിക്കുന്നത്. 2025 നടക്കുന്നത് 30ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ്. ഈ പറഞ്ഞ മേളയിൽ ഒരു പുരസ്കാരം, സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 30ാമത് 2025, അതിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ ഒരു കനേഡിയൻ സംവിധായികയുണ്ട്. കനേഡിയൻ സംവിധായിക വനിതയാണ്. അവരുടെ പേര് ഒന്ന് അറിഞ്ഞു വെക്കണം. കെല്ലി ഫൈഫ് മാർഷൽ. കെല്ലി ഫൈഫ് മാർഷൽ അല്ലെ. അപ്പോൾ 30ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള, അതിലെ എന്താണ് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയ കനേഡിയൻ സംവിധായിക ആര് എന്ന് ചോദിച്ചാൽ കെല്ലി ഫൈഫ് മാർഷൽ ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2025 കേരള ജ്യോതി പുരസ്കാരം നമുക്കറിയാവുന്ന കാര്യമാണ്. പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങളാണ് കേരള ജ്യോതി പുരസ്കാരം, കേരള പ്രഭ പുരസ്കാരം, കേരള ശ്രീ പുരസ്കാരം അല്ലെ. കേരള ജ്യോതി പുരസ്കാരം ഒരാൾക്കാണ് നൽകുന്നത്. കേരള പ്രഭ പുരസ്കാരം 2 പേർക്ക് നൽകും. കേരള ശ്രീ പുരസ്കാരം 5 പേർക്ക് നൽകും. ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം. അപ്പോൾ പത്മ പുരസ്കാര മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് ഏത്? ഈ പറഞ്ഞ കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ പുരസ്കാരം. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് 2022 മുതലാണ് കൊടുത്തു തുടങ്ങിയത് അല്ലേ. 2022 ഇത് ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ഈ പുരസ്കാരങ്ങളിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം. 2022 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആദ്യമായിട്ട് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. ആർക്കാണ്? MT വാസുദേവൻ നായർക്കാണ്. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക് നിങ്ങൾക്കറിയാം? MK സാനുവിനാണ്. ആർക്കാണ്? MK സാനു. 2024. ഇതിപ്പോൾ 2025. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ MR രാഘവ വാര്യർക്കാണ്. MR രാഘവ വാര്യർക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ആരാണ് MR രാഘവ വാര്യർ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ചരിത്രകാരനാണ്. ഇടതുപക്ഷ ചിന്താഗതി ഉള്ള ഒരു ഈ പറഞ്ഞ ചരിത്രകാരൻ കൂടിയാണ്. ആര്? MR രാഘവ വാര്യർ അല്ലെ. അപ്പോൾ 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ഒരു ചരിത്രകാരൻ MR രാഘവ വാര്യർ. ഇനി അത് കഴിഞ്ഞിട്ട് 2025 കേരള പ്രഭാ പുരസ്കാരം. കേരള പ്രഭാ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒന്ന് PB അനീഷ്. PB അനീഷ് ഏത് രംഗം? കാർഷിക രംഗത്തെ മികവിന് അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിച്ചു. കേരള പ്രഭാ പുരസ്കാരം. അപ്പോൾ കേരള പ്രഭാ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒന്ന് PB അനീഷ് കാർഷികം, വേറൊന്ന് രാജശ്രീ വാര്യർ. രാജശ്രീ വാര്യർ കുറച്ച് പരിചയം നിങ്ങൾക്ക് അവരെ കാണും. ഈ പറഞ്ഞ ടെലിവിഷനിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്ന ഒരു വനിതയാണ് രാജശ്രീ വാര്യർ. കലാരംഗം. ഏതാണ്? കലാരംഗം അല്ലെ. അപ്പോൾ കേരള പ്രഭാ പുരസ്കാരം 2 പേർക്കായിരുന്നു, PB അനീഷിനും രാജശ്രീ വാര്യർക്കും. ഇനി അത് കഴിഞ്ഞിട്ട് കേരള ശ്രീ പുരസ്കാരം. കേരള ശ്രീ പുരസ്കാരം 5 പേർക്കാണ്. ആർക്കൊക്കെ എന്ന് ചോദിച്ചാൽ ഒരാളെ നിങ്ങൾ അറിയും, ശശികുമാർ. ശശികുമാർ കേരളത്തിലെ ടെലിവിഷൻ ഈ പറഞ്ഞ എന്താണ് മാധ്യമം, ആ ടെലിവിഷൻ മാധ്യമ രംഗത്തെ അതികായകനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ആര്? ശശികുമാർ. അദ്ദേഹത്തിന് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചു. അഭിലാഷ് ടോമി നിങ്ങൾക്കറിയാം, പായ്വഞ്ചിയിൽ ലോകം ചുറ്റി സഞ്ചരിച്ചു വന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് കേരള ശ്രീ പുരസ്കാരം 2025 ലഭിച്ചു. അതുപോലെ ജിലുമോൾ മാരിയറ്റ്. ജിലുമോൾ മാരിയറ്റിനെയും നിങ്ങൾക്ക് അറിയാം. ജന്മനാൽ തന്നെ 2 കൈകളില്ലാത്ത ഈ പറഞ്ഞ ഒരു സ്ത്രീയാണ് ആര്? ജിലുമോൾ മാരിയറ്റ്. പക്ഷെ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഈ പറഞ്ഞ ലഭിച്ചു. അത് വലിയ വാർത്തയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കൈകളില്ലാത്ത ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നത്. കാലുകൊണ്ടാണ് അവർ വണ്ടി ഓട്ടിക്കുന്നത്, കാലുകൊണ്ടാണ് എഴുതുന്നത്, കാലുകൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ പറഞ്ഞൊരു വനിതയാണ് ഈ പറഞ്ഞ ജിലുമോൾ മാരിയറ്റ്. ആ ജിലുമോൾ മാരിയറ്റിനും കേരള ശ്രീ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ 5 പേർ, അതിൽ 3 പേരുടെ പേര് ഓർക്കാം. ശശികുമാർ, അഭിലാഷ് ടോമി, പിന്നെ അത് കഴിഞ്ഞിട്ട് ജിലുമോൾ മാരിയറ്റ്. തൊടുപുഴക്കാരിയാണ്, ഇടുക്കിക്കാരിയാണ് ജിലുമോൾ മാരിയറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരാള് ഷഹൻ ഹസൻ മുസലിയാർ.
വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് ഷഹൻ ഹസൻ മുസ്ലിയാർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് MK വിമൽ ഗോവിന്ദ്. MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ് സംരംഭകത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്. അങ്ങനെ 5 പേർക്കാണ് 2025 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഇത് പഠിക്കേണ്ടതാണ് അല്ലേ. ഇത് നിങ്ങൾ ബൈഹാർട്ട് ആക്കേണ്ടി വരും. അപ്പോൾ 2-3 തവണ വായിച്ച് പേരുകൾ ഹൃദയസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് വരാം. കേരളത്തിലെ മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ, നിലവിൽ കേരളത്തിലെ മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഈ അടുത്ത കാലത്ത് മുന്നോക്ക കമ്മീഷൻ ഈ പറഞ്ഞ ഒന്ന് ഉടച്ചു വാർത്തിരുന്നു. അപ്പോൾ മുന്നോക്ക കമ്മീഷൻ ചെയർമാനായിട്ട് പുതിയൊരാളെ സർക്കാർ നിയമിച്ചു. കേരളത്തിലെ ഇപ്പോഴത്തെ മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ CN രാമചന്ദ്രൻ നായരാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ CN രാമചന്ദ്രൻ നായരാണ്. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർത്തോണം. പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ, കേരളത്തിലെ നിലവിലത്തെ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആര് അല്ലെ? കാലാവധി കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് വീണ്ടും കാലാവധി നീട്ടി നൽകി അയാളെ പുനർനിയമിക്കുകയായിരുന്നു. ആരെ എന്നുള്ളത് നല്ല ചോദ്യമാണ്. G ശശിധരൻ. കേരളത്തിലെ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരും ചോദിച്ചാൽ G ശശിധരനാണ്. മുന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരും ചോദിച്ചാൽ CN രാമചന്ദ്രൻ നായരാണ്. വേറൊരു കാര്യം കൂടി അവിടെ നിങ്ങൾ ഓർക്കണം. വയോജന നിയമം പാസാക്കിയ രാജ്യത്തെ ആദ്യത്തെ നിയമസഭ ഏതാണ്? കേരള നിയമസഭയാണ്. രാജ്യത്ത് ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് വയോജന നിയമം പാസാക്കിയത് കേരളമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വയോജന കമ്മീഷൻ നിലവിൽ വന്നു അല്ലേ. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ നിലവിൽ വരുന്നത്. ആ വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരെ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ഈ അടുത്ത കാലത്താണ് വയോജന കമ്മീഷൻ നിലവിൽ വന്നത്. ആരെന്ന് ചോദിച്ചാൽ S സോമപ്രസാദാണ്. വയോജന കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? S സോമപ്രസാദ്. അല്ലെങ്കിൽ വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? S സോമപ്രസാദാണ്. അതേസമയം പിന്നാക്ക കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? അത് G ശശിധരനാണ്. അതേസമയം മുന്നാക്ക കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? അത് CN രാമചന്ദ്രൻ നായരാണ്. അതുപോലെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ട് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി ചോദിക്കാം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A ഷാജഹാൻ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചാൽ A ഷാജഹാൻ ആണ്. അതുപോലെ വേറൊരു കാര്യം കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്? ഈ പറഞ്ഞ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണ്. അതായത് SIR ഇപ്പോൾ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടിക പരിഷ്കരണവും നടന്നു വരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പേര് നിങ്ങൾ പത്രത്തിൽ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. രത്തൻ U കേൽക്കർ. ആരാണ് ഈ രത്തൻ U കേൽക്കർ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ നിലവിലത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? രത്തൻ U കേൽക്കർ ആണ്. ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുമ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ സംസ്ഥാനത്തെ പ്രതിനിധിയെയാണ് നമ്മൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ A ഷാജഹാൻ ആണ്. കേരളത്തിലെ നിലവിലത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ രത്തൻ U കേൽക്കർ ആണ്. ശ്രദ്ധിച്ചു വയ്ക്കണം. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സംസ്ഥാന ദേവസ്വം ബോർഡിന്റെ പുതിയ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന ദേവസ്വം ബോർഡിന്റെ പുതിയ ഈ പറഞ്ഞ പ്രസിഡന്റായിട്ട്, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് സർക്കാർ നിയമിച്ചത് ആരെയാണ് എന്ന് ചോദിച്ചാൽ K ജയകുമാറിനെയാണ്. ശരി, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി. ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി, കഥകളിയുടെ പ്രചാരത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഈ പറഞ്ഞൊരു സ്ഥാപനമാണ്. ഡൽഹി കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു വരുന്ന കഥകളിയുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഈ പറഞ്ഞ സ്ഥാപനമാണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി. അവർ 2005 അവരുടെ ഒരു പുരസ്കാരം ആർക്ക് ലഭിച്ചു? ഈ പറഞ്ഞൊരു മലയാളിക്ക് ലഭിച്ചു. ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കാണ്. അപ്പോൾ 2025 ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി നൽകുന്ന പുരസ്കാരം, കലാരംഗത്ത് നൽകുന്ന പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കാണ് അല്ലേ. അപ്പോൾ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി നൽകുന്ന 2025 പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ന് പറയുന്നത് മേള വിദ്വാനാണ്. അതിലുപരി വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരള സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്?
മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. അതുപോലെ വേറൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കണം, ലളിതകലാ അക്കാദമി, കേരള ലളിതകലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? മുരളി ചീരോത്താണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ മുരളി ചീരോത്താണ്. അതുപോലെ തന്നെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? അത് റസൂൽ പൂക്കുട്ടിയാണ്. ഇവരെല്ലാം ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2025 എഴുത്തച്ഛൻ പുരസ്കാരം, 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന ചോദ്യം. ആർക്കാണ്? KG ശങ്കരപ്പിള്ളയ്ക്കാണ്. ആർക്കാണ്? KG ശങ്കരപ്പിള്ള. നിങ്ങൾക്കറിയാം, സാഹിത്യ രംഗത്ത് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സാഹിത്യ രംഗത്ത് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. 1993 ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് ആർക്ക് എന്ന് നിങ്ങൾക്കറിയാം, പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞതാണ്. ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ബാലാമണി അമ്മയാണ്. ആരാണ്? ബാലാമണി അമ്മ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. 5 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. പുരസ്കാര തുക എത്രയാണ്? 5 ലക്ഷം രൂപ, പ്രശസ്തി പത്രം, ഫലകം. ഇതാണ് പുരസ്കാരം. അപ്പോൾ ആ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ KG ശങ്കരപ്പിള്ളയ്ക്കാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ ചില കൃതികളുണ്ട്. സൈനികന്റെ പ്രേമലേഖനം, അതിനാൽ ഞാൻ ഭ്രാന്തനല്ല, ഞാൻ എൻ്റെ എതിർകക്ഷി പോലുള്ളതെല്ലാം ആരുടെ? ഈ പറഞ്ഞ കൃതികളാണ്, KG ശങ്കരപ്പിള്ളയുടെ കൃതികളാണ്. അപ്പോൾ സൈനികന്റെ പ്രേമലേഖനം, അതിനാൽ ഞാൻ ഭ്രാന്തനായില്ല, ഞാൻ എൻ്റെ എതിർകക്ഷി പോലുള്ളവയൊക്കെ KG ശങ്കരപ്പിള്ളയുടെ കൃതികളാണ്. അമ്മമാർ എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്. കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞ കൃതിയുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ KG ശങ്കരപ്പിള്ളയുടെ കൃതിയാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്, അതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ശേഖരിച്ച് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ചോദ്യമൊന്നും ഒറ്റ ചോദ്യമായിട്ട് ചോദിക്കൂല, പ്രസ്താവന രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ വെച്ചിട്ട് ചോദിക്കും, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2024 അല്ലേ, 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? NS മാധവനാണ് ലഭിച്ചത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ് ലഭിച്ചത്. ഇതിപ്പോൾ നവംബറിലാണ് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആണ് KG ശങ്കരപ്പിള്ള. ചിലപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആണെങ്കിൽ 2024 എഴുത്തച്ഛൻ പുരസ്കാരമായിരിക്കും ചോദിക്കുന്നത്. അത് NS മാധവനാണ്. ശരി. ഇനി അത് കഴിഞ്ഞിട്ട് 2 സങ്കര ഇനം നെൽ വിത്തുകളെ പരിചയപ്പെടാം. ഒന്ന് ആദ്യ, വേറൊന്ന് പുണ്യ. ആദ്യ, പുണ്യ എന്നിവ എന്താണ് എന്ന് ചോദിച്ചാൽ സങ്കര ഇനം നെൽവിത്തുകളാണ്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം നെൽവിത്തുകളാണ് ഏത്? ആദ്യ, പുണ്യ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഈയിടെ പുറത്തിറക്കിയ സങ്കര ഇനം നെൽവിത്തുകളാണ് ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കും. ഏതാണ്? ആദ്യ, പുണ്യ. അപ്പോൾ ആദ്യയും പുണ്യയും എന്താണ്? സങ്കര ഇനം നെൽവിത്തുകളാണ്. അതിൽ ആദ്യ എന്ന് പറയുന്ന നെൽവിത്തിനം കുറച്ചുകൂടി സവിശേഷമാണ്. വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള ഒരു നെൽവിത്തിനം കൂടിയാണ് ഏത്? ആദ്യ. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊന്ന് പറഞ്ഞ ഏതാണ്? പുണ്യ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക അല്ലേ. വേറൊരു കാര്യം കൂടി ഓർക്കണം, മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലാണ് അല്ലേ. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സങ്കര ഇനം നെൽവിത്ത് എന്ന് ചോദിച്ചാൽ അത് കാർത്തിക എന്ന് പറയുന്ന നെൽവിത്താണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് ഗർഭാശയ ഗള അർബുദം. ഗർഭാശയ ഗള അർബുദം വേറെ രീതിയിൽ സർവിക്കൽ ക്യാൻസർ. ഗർഭാശയ ഗള അർബുദം അഥവാ സർവിക്കൽ ക്യാൻസർ അല്ലെ. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന അർബുദം ഏത് തരം അർബുദമാണെന്ന് ചോദിച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദമാണ്. നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞാൽ, അതായത് ഈ സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ പറഞ്ഞ ഒരു അർബുദം ഏതാണെന്ന് ചോദിച്ചാൽ ഗർഭാശയ ഗള അർബുദമാണ്, അല്ലെങ്കിൽ സർവിക്കൽ ക്യാൻസർ ആണ്. സർവിക്കൽ ക്യാൻസർ ആണ്. എന്തിനാണ് ഈ കാര്യം ഇപ്പോൾ പറഞ്ഞത്? കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പെൺകുട്ടികൾക്ക്, കൗമാരപ്രായക്കാരായിട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ ഗർഭാശയ ഗള അർബുദം വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് വാക്സിനേഷൻ കേരള സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അത് വാർത്തയിലാണ്. അപ്പോൾ ഗർഭാശയഗള അർബുദം അഥവാ സെർവിക്കൽ ക്യാൻസർ. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പെൺകുട്ടികൾക്ക് ഏത് അർബുദ രോഗം തടയുന്നതിനുള്ള വാക്സിനാണ് സർക്കാർ നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഗർഭാശയഗള അർബുദമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അത് ലോകത്ത് ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അർബുദമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ദിവസമുണ്ട്, നവംബർ 17, ഗർഭാശയഗള അർബുദ നിർമ്മാർജ്ജന ദിനം. ഗർഭാശയഗള അർബുദ നിർമ്മാർജ്ജന ദിനം അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് നവംബർ 17. അതേസമയം അർബുദ രോഗവുമായി ബന്ധപ്പെട്ട ഒരു ദിവസമുണ്ട്, ലോക ക്യാൻസർ ദിനം. ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഫെബ്രുവരി 4 അല്ലേ. അർബുദ രോഗവുമായി ബന്ധപ്പെട്ട ഒരു ലോഗയുണ്ട്, പിങ്ക് റിബൺ. പിങ്ക് റിബൺ ഏത് അർബുദവുമായി ബന്ധപ്പെട്ട ലോഗയാണ്? പിങ്ക് റിബൺ എന്ന് പറയുന്നത് സ്തനാർബുദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോഗയാണ്. ഏത്? പിങ്ക് റിബൺ. അപ്പോൾ ലോക അർബുദ ദിനം ഫെബ്രുവരി 4. ഗർഭാശയഗള അർബുദ നിർമ്മാർജ്ജന ദിനമായിട്ട് ആചരിക്കുന്നത്, ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്നത് ഏത് ദിവസം എന്ന് ചോദിച്ചാൽ നവംബർ 17 എന്നുള്ളത് ഓർക്കുക. ഇവിടെ വേറൊരു കാര്യം കൂടി, ഗർഭാശയഗള അർബുദം അതിന് കാരണമാകുന്നത് ഒരു വൈറസ് ആണ്. ആ വൈറസിന്റെ പേരാണ് ഹ്യൂമൻ പാപ്പിലാമോ വൈറസ്. ഹ്യൂമൻ പാപ്പിലാമോ വൈറസ്, ചുരുക്കി നമ്മൾ HPV എന്ന് പറയും. ഹ്യൂമൻ പാപ്പിലാമോ വൈറസ്, ചുരുക്കി നമ്മൾ HPV എന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ ഗർഭാശയഗള അർബുദത്തിന് കൊടുക്കുന്ന വാക്സിൻ, അതിനെ പറയുന്ന ആ വാക്സിനെ പറയുന്നത് HPV വാക്സിൻ എന്നാണ്. അപ്പോൾ HPV വാക്സിൻ ഏത് ഈ പറഞ്ഞ അർബുദത്തിനെതിരായിട്ടുള്ള വാക്സിനേഷൻ ആണ് എന്ന് ചോദിച്ചാൽ ഗർഭാശയഗള അർബുദത്തിനെതിരായിട്ടുള്ള വാക്സിൻ ആണ് എന്നുള്ളത് ഓർക്കണം. അത് പറയുമ്പോൾ കേരള സർക്കാരിൻ്റെ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ പദ്ധതി ഏതാണ്? സുകൃതം പദ്ധതി അല്ലെ. കേരള സർക്കാരിൻ്റെ എന്താണ് അർബുദ രോഗവുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സാ പദ്ധതിയാണ് അല്ലെ. അർബുദ രോഗവുമായി ബന്ധപ്പെട്ട സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഏത്? സുകൃതം എന്ന് പറയുന്ന പദ്ധതി. ആ സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് നിങ്ങൾക്കറിയാം. സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ്. ആരാണ്? മമ്മൂട്ടിയാണ്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, മഞ്ജു വാര്യരല്ലേ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കേരള സർക്കാരിൻ്റെ തന്നെ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണ പരിപാടിയുണ്ട്. ആ പ്രചരണ പരിപാടിയുടെ പേരാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാരിൻ്റെ ക്യാൻസർ രോഗത്തിനെതിരെയുള്ള ഒരു പ്രചരണ പരിപാടിയുണ്ട്. ആ പ്രചരണ പരിപാടിയുടെ ഈ പറഞ്ഞ ഗുഡ്വിൽ അംബാസഡറാണ് ആര്? മഞ്ജു വാര്യർ. അപ്പോൾ സുകൃതം എന്ന് പറയുന്നത് സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. ക്യാൻസർ രോഗത്തിന് വേണ്ടിയിട്ടുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് കേരള സർക്കാരിൻ്റെ. അതാണ് സുകൃതം പദ്ധതി. അതിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് മമ്മൂട്ടി. പിന്നെ ഈ പറഞ്ഞ കേരള സർക്കാരിൻ്റെ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടിയുണ്ട്, അതായത് അവയർനെസ് പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസഡറാണ് ആര്? മഞ്ജു വാര്യർ. ഇനി അവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. അർബുദ രോഗികൾക്ക് ഔഷധം നൽകും അല്ലെ, മരുന്ന് നൽകും. അപ്പോൾ ഈ പറഞ്ഞ സൗജന്യമായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് അർബുദ രോഗികൾക്ക് മരുന്ന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ മറ്റൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് കാരുണ്യ സ്പർശം. കാരുണ്യ സ്പർശം എന്ന് പറയുന്നതും അർബുദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഔഷധം സൗജന്യമായി തരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറഞ്ഞ വിലയിൽ തരുന്നു എന്നുള്ളതാണ് കാരുണ്യ സ്പർശം എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ കാരുണ്യ സ്പർശമുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് സുകൃതം പദ്ധതിയുണ്ട്, ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം. ഈ പറഞ്ഞതെല്ലാം ഏത് തലത്തിലാണ് വേറെ വേറെ ആകുന്നത് എന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 37ാമത് ജിമ്മി ജോർജ് പുരസ്കാരം. മികച്ച കായിക താരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് ജിമ്മി ജോർജ് പുരസ്കാരം അല്ലെ. കേരളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള വോളിബോൾ താരമായിരുന്നു ജിമ്മി ജോർജ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ 37ാമത് ജിമ്മി ജോർജ് പുരസ്കാരം നേടിയ കേരളത്തിലെ പ്രസിദ്ധ കായിക താരം ആര് എന്ന് ചോദിച്ചാൽ എൽദോസ് പോൾ ആണ്. ആരാണ്? എൽദോസ് പോൾ. വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു അത്ലറ്റാണ്, ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റാണ് ആര്? എൽദോസ് പോൾ. എൽദോസ് പോളിൻ്റെ ഐറ്റം എന്ന് പറയുന്നത് ട്രിപ്പിൾ ജമ്പാണ്. ട്രിപ്പിൾ ജമ്പ് എന്ന് പറയുന്ന കായിക ഇനത്തിൽ മികച്ചു നിൽക്കുന്ന ഒരു കായിക താരമാണ്
എൽദോസ് പോൾ. അപ്പോൾ 37ാമത് ജിമ്മി ജോർജ് പുരസ്കാരം നേടിയത് ആരെ എന്ന് ചോദിച്ചാൽ എൽദോസ് പോൾ ആണ്. അദ്ദേഹത്തിൻ്റെ ഇനം കൂടി ശ്രദ്ധിച്ചു വെക്കണം, ട്രിപ്പിൾ ജമ്പാണ്. ഇത് പറയുമ്പോൾ ട്രിപ്പിൾ ജമ്പിൽ തന്നെ വളരെ പ്രസിദ്ധനായിട്ടുള്ള മറ്റൊരു മലയാളി കായിക താരം കേരളത്തിനുണ്ട്. ആരാണ് എന്ന് ചോദിച്ചാൽ അബ്ദുള്ള അബൂബക്കർ. ആരാണ്? അബ്ദുള്ള അബൂബക്കർ. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മറ്റൊരു കായിക താരമാണ് അബ്ദുള്ള അബൂബക്കർ. അബ്ദുള്ള അബൂബക്കറിന്റെയും ഐറ്റം ഏതാണ്? ട്രിപ്പിൾ ജമ്പാണ്. ഏതാണ്? ട്രിപ്പിൾ ജമ്പ്. അപ്പോൾ എൽദോസ് പോളും അതുപോലെ അബ്ദുള്ള അബൂബക്കറും ട്രിപ്പിൾ ജമ്പ് താരമാണ്. അതുപോലെ തന്നെ എം ശ്രീശങ്കർ എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് അഭിമാനമായിട്ടുള്ള മറ്റൊരു ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ഉണ്ട്, എം ശ്രീശങ്കർ. അദ്ദേഹത്തിന്റെ ഐറ്റം ഏതാണ്? ലോങ് ജമ്പ് ആണ്. ഏതാണ്? ലോങ് ജമ്പ്. എം ശ്രീശങ്കർ ഏതാണ്? ലോങ് ജമ്പ് താരമാണ്. അതുപോലെ തന്നെ ആൻസി സോജൻ. ആൻസി സോജനും കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഒരു വനിതാ കായിക താരമാണ് ആൻസി സോജൻ. ആൻസി സോജന്റെ ഐറ്റം ഏതാണ്? അവരും ഈ പറഞ്ഞ ലോങ് ജമ്പ് താരമാണ്. ആൻസി സോജൻ ലോങ് ജമ്പ് താരമാണ്. അതുപോലെ തന്നെ വേറൊരാളെ കുറിച്ച് കൂടി നിങ്ങൾ അറിഞ്ഞു വെക്കണം, സാജൻ പ്രകാശ്. കേരളത്തിന്റെ ഒരു ഈ പറഞ്ഞ മികച്ച നീന്തൽ താരമാണ് ആര്? സാജൻ പ്രകാശ്. അല്ലെ, ഈ പറഞ്ഞ അർജുന അവാർഡൊക്കെ നേടിയിട്ടുള്ള ഒരു മലയാളിയാണ് ഈ പറഞ്ഞ സാജൻ പ്രകാശ്. അല്ലെ, അപ്പോൾ എൽദോസ് പോൾ ഉണ്ട്, പിന്നെ അബ്ദുള്ള അബൂബക്കർ ഉണ്ട്, രണ്ടുപേരും ട്രിപ്പിൾ ജമ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എം ശ്രീശങ്കർ ഉണ്ട്, ആൻസി സോജൻ ഉണ്ട്, രണ്ടുപേരും ലോങ് ജമ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാജൻ പ്രകാശ് ഉണ്ട്, നീന്തൽ താരമാണ്. അതുപോലെ നിഹാൽ സരിൻ കേട്ടിട്ടുണ്ടോ? നിഹാൽ സരിൻ. നിഹാൽ സരിൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ചെസ് താരമാണ്. ആര്? നിഹാൽ സരിൻ. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു വെക്കണം, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. കായിക രംഗമുണ്ട്, കലാരംഗമുണ്ട്, സാഹിത്യ രംഗമുണ്ട്. ഈ ഭാഗത്തു നിന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ചോദ്യം എന്താണ്? 37ാമത് ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ എൽദോസ് പോളിനാണ്, 2025. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്ന് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. കറണ്ട് അഫയേഴ്സ് 2023, 24, 25 വർഷങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഈ പറഞ്ഞ വളരെ കുറച്ച് പേജുകൾ മാത്രമുള്ള പുസ്തകമാണ്, വാരി വലിച്ച് എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് ഓട്ടിച്ചിട്ട് വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. 130 രൂപയാണ് അതിൻ്റെ വില. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക്, അതുപോലെ LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കൊക്കെ വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അത് ഈ പറഞ്ഞ PSC മാത്രമല്ല UPSC പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് പറ്റുന്ന ഒരു പുസ്തകമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന പുസ്തകം. പുസ്തകത്തിൻ്റെ വില 120 രൂപയാണ്. ഈ 2 പുസ്തകത്തിനും കൂടി ശരിക്കും അപ്പോൾ 250 രൂപയാണ് വില. ഇപ്പോൾ ഈ പുസ്തകം ഒരു സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് 150 രൂപയ്ക്ക് ഈ 2 പുസ്തകവും ലഭിക്കും. വേണമെന്നുള്ളവർ ഈ പറഞ്ഞ നമ്പറിലോട്ട് ഇപ്പോൾ തന്നെ വിളിക്കുക. ഞാൻ ഈ പറഞ്ഞ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. ഈ 2 പുസ്തകങ്ങളും ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമായിട്ട് മാറിയേക്കാം. ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഒരു മടി കാണിക്കുന്നവർക്ക്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ട് മനസ്സിലാകാത്തവർക്ക് ഒരുപക്ഷെ ഈ പുസ്തകം എന്ന് പറയുന്നത് നല്ല ഈ പറഞ്ഞ ഒരു വഴികാട്ടിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകം ഇപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ അത് ഓർഡർ ചെയ്യേണ്ട നമ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിലോട്ട് ഇപ്പോൾ തന്നെ വിളിക്കുക. ശരി, അപ്പോൾ 2025 നവംബർ മാസത്തിൽ കേരളവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ നോട്ടിനകത്ത് നൽകിയേക്കാം. നോട്ട് ആസ്ഥ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കും. പിന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് കൂടി ഈ ചാനലിനെ എത്തിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.